7-8 വർഷം മുമ്പാണ് ഞങ്ങൾ ദക്ഷിണാഫ്രിക്കയിലൂടെ ആ യാത്ര നടത്തിയത്. അന്ന് ഈ ജോഹന്നസ്ബർഗിൽ നിന്ന് ബ്ലൂ ഫൗണ്ടനിലെത്തി അവിടുന്ന് ഫലബോർവയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഏറ്റവും ഫലഭൂയിഷ്ഠമായ രാജ്യം, ഏറ്റവും സമ്പൽ സമൃദ്ധമായ രാജ്യം, ആ മണ്ണ് ശരിക്കും പറഞ്ഞാൽ ആ രാജ്യത്തെ ജനങ്ങളുടെ എല്ലാ തരത്തിലുള്ള സുഖാനുഭവങ്ങൾക്കുമുള്ള ഫലം നൽകുന്ന മണ്ണാണ്. പക്ഷേ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് വന്നിട്ട് അവരാണ് കൃഷിയിലും മറ്റ് പല കാര്യങ്ങളിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവർക്ക് ഇതിൻ്റെയൊക്കെ ലാഭം ഈ പറയുന്ന നിക്ഷേപകർ തന്നെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് യാത്ര ചെയ്ത സമയങ്ങളിലൊക്കെ കാണാനായത്. 1970 ദക്ഷിണാഫ്രിക്ക ആണവായുധ പരീക്ഷണം നടത്തി. ഈ പരീക്ഷണം നടത്തുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആദ്യമായിട്ടാണ് ദക്ഷിണാഫ്രിക്ക ഈ ആണവായുധ പരീക്ഷണം നടത്തുന്ന ഒരു രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. അപ്പോൾ ഈ ദക്ഷിണാഫ്രിക്ക ഇത്രയും സാമ്പത്തികമായി വളരെ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുമ്പോഴും അവർ ഈ ആണവായുധ പരീക്ഷണം നടത്തുന്ന സമയത്ത് സ്വന്തം നാട്ടിൽ തന്നെ പലതരത്തിലുള്ള വിയോജിപ്പുകൾ പ്രകടിപ്പിച്ച ആൾക്കാരുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ തന്നെ പലരും ആ യാത്രയുടെ പല ദിവസങ്ങളിൽ കണ്ടുമുട്ടിയ പലരും, ചില കോളേജ് പ്രൊഫസേഴ്സും മറ്റ് ചില സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ തന്നെ ഞങ്ങളോട് പറഞ്ഞത്, ഈ ആണവായുധ പരീക്ഷണം നടത്തിയതിന് ശേഷം ആ മേഖലയിൽ രാജ്യം വലിയ നിക്ഷേപം നടത്തുന്നുണ്ട്. പക്ഷേ ഇത് പലപ്പോഴും വലിയ വലിയ അഴിമതികൾ നടത്താനുള്ള ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളുടെ ആ കാലങ്ങളിലെ ശ്രമത്തിൻ്റെ ഫലമാണെന്ന് പറയാറുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളന്ന് കേട്ടിട്ടുണ്ട്, നെൽസൺ മണ്ടേലയുടെ ഭാര്യയായിരുന്ന വിന്നി മണ്ടേലയെ സ്വാധീനിച്ച് പലതരത്തിലുള്ള അഴിമതികൾ പലരും നടത്തിയതായി അന്ന് വാർത്ത വന്നിരുന്നു. വിന്നി മണ്ടേല ഈ നെൽസൺ മണ്ടേലയോടൊപ്പം സന്തത സഹചാരിയായിരിക്കുകയും, പക്ഷേ എല്ലാ രാജ്യങ്ങളിലും സംഭവിക്കുന്ന പോലെ ഒരു ഉപജാപക സംഘം ഈ വിന്നി മണ്ടേലയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുകയും പലതരത്തിലുള്ള അഴിമതികൾക്ക് അവർ നിശബ്ദമായി സാക്ഷിയാകേണ്ടിയും വന്നു. അത് പിന്നീട് വലിയ വിവാദമായ കാര്യമാണ്. പക്ഷേ ഈ ആണവായുധ രംഗത്ത് പിന്നീട് നെൽസൺ മണ്ടേലയുടെ കാലത്തിന് ശേഷം പലതരത്തിലുള്ള നിക്ഷേപം നടത്തിയതൊക്കെ തന്നെ വലിയ കമ്മീഷൻ പറ്റി വലിയ അഴിമതികൾക്ക് കാരണമായി എന്ന് വലിയ വാർത്ത അവിടെ ഉണ്ടാവുകയും വലിയ പ്രതിഷേധം അവിടെ സംഭവിക്കുകയും ചെയ്തു. പക്ഷേ ഇത്രമാത്രം ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ജനതയുടെ ഭരണം പോലും ഈ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നു എന്ന് പറയുന്ന അധികാര കേന്ദ്രങ്ങൾ പോലും പലതരത്തിലുള്ള അഴിമതികൾക്ക് നിരന്തരം വിധേയമാവുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾ ഈ യാത്ര തുടർന്ന സമയത്ത് പെട്ടെന്നൊരു മേൽപ്പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു ദക്ഷിണാഫ്രിക്കൻ പോലീസ് വാഹനം ഞങ്ങളുടെ വാഹനം തടഞ്ഞു. ഞങ്ങളുടെ മാത്രമല്ല, ആ വഴി പോയ പല വാഹനങ്ങളും തടഞ്ഞ് പരിശോധന നടത്തുന്നു. അപ്പോൾ നീണ്ട നിര വാഹനങ്ങൾ നിർത്തിയിട്ട് കുറച്ച് പോലീസുകാരേ ഉള്ളൂ, അവർ പലതരത്തിലുള്ള പരിശോധനകൾ നടത്തുകയും വാഹനത്തിൻ്റെ പേപ്പറും ലൈസൻസും മറ്റുമൊക്കെ ഇവിടുത്തെ പോലെ തന്നെ, നാട്ടിലെ പോലെ തന്നെ പരിശോധിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ആ നിരയുടെ ഏതാണ്ട് പകുതി ഭാഗത്താണ് ഞങ്ങൾ നിന്നിരുന്നത്. അപ്പോൾ ഒരു 7-8 പോലീസുകാരുണ്ട്, അതിൽ 2-3 സ്ത്രീകളുണ്ട്. അപ്പോൾ അതിലൊരു സ്ത്രീ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് വണ്ടിയുടെ ബുക്കും പേപ്പറും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിരുന്നത് കൊണ്ട് തന്നെ അത് അപ്പോൾ തന്നെ തോമസ് ചേട്ടൻ അതെടുത്തിട്ട് പിന്നെ ഒരു പോലീസുകാരിയെ ഏൽപ്പിച്ചു. അവർ പേപ്പറുമായിട്ട് പോയതിന് ശേഷം ഏതാണ്ട് അരമണിക്കൂറോളം ഞങ്ങൾ അവിടെ കാത്തു നിന്നു. പക്ഷേ ഈ പോലീസുകാർ പിന്നീട് ഞങ്ങളുടെ അടുത്തേക്ക് വരികയോ അല്ലെങ്കിൽ ഈ എന്തെങ്കിലും പേപ്പറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുള്ളതായിട്ട് അവർ പറഞ്ഞില്ല. ഇതിനിടയിൽ ഞങ്ങൾ കണ്ട ഒരു കാര്യം, വെള്ളക്കാർ ഈ വഴി വാഹനം ഓടിച്ച് വരുന്നുണ്ട്. അതിൽ ഒരാളെയും ഈ പറയുന്ന പോലീസ് തടയുകയോ അല്ലെങ്കിൽ എന്ന് മാത്രമല്ല, ചില പോലീസുകാർ വെള്ളക്കാരെ സല്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ വെള്ളക്കാർ വാഹനം ഒന്ന് നിർത്താൻ പോലും അല്ലെങ്കിൽ ഒന്ന് സ്ലോ ചെയ്യാതെ വേഗത കുറച്ച് പോകാൻ പോലും താല്പര്യം കാണിക്കാതെ വളരെ വേഗം അവർ വാഹനം ഓടിച്ച് കടന്നുപോയി. അവരുടെ വാഹനം പോലീസ് ഒരു തടസ്സവുമില്ലാതെ കടന്നു പോകാൻ അനുവദിക്കുകയും ചെയ്തു. പക്ഷേ ദക്ഷിണാഫ്രിക്കൻ ജനതയുടെയും ദക്ഷിണാഫ്രിക്കക്കാരുടെയും ഇന്ത്യക്കാരുടെയും ഒക്കെ വാഹനങ്ങൾ കൃത്യമായി തടഞ്ഞ് അവർ വളരെ കൃത്യമായി പരിശോധിച്ച് ചെറിയ പിഴവുകൾ പോലും കണ്ടെത്തി യാത്രാ തടസ്സം സൃഷ്ടിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു വനിതാ പോലീസുകാർ ഞങ്ങളുടെ അടുത്തേക്ക് വരികയും അവരുടെ ഭാഷയിൽ തോമസ് ചാമക്കാലയോട് സംസാരിക്കുകയും ചെയ്തു. അതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലായത്, അത്ര നേരവും അവർ കാത്തു നിന്നത് ഞങ്ങളുടെ വാഹനം ഓടിച്ചിരുന്ന ആൾ അവരുടെ അടുത്ത് അങ്ങോട്ടെത്തി എന്താണ് പ്രശ്നമെന്ന് അന്വേഷിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ കാത്തു നിന്നത്. അങ്ങനെ സംഭവിക്കാതിരുന്നപ്പോൾ അവരിങ്ങോട്ട് വന്നതിന് ശേഷം അവർ യാതൊരു തരത്തിലുള്ള
മുഖവരിയുമില്ലാതെ അവർ വന്ന ആവശ്യം പറഞ്ഞു. എന്ന് വെച്ചാൽ അവർക്ക് വാഹനത്തിൻ്റെ എല്ലാ പേപ്പറും മറ്റ് യാത്രാ രേഖകളൊക്കെ തന്നെ കൃത്യമായിരുന്നിട്ടും അവർക്ക് 100 റാൻഡ് കൈക്കൂലി വേണം. അതായിരുന്നു അവരുടെ ആവശ്യം. 100 റാൻഡ് തന്നാലേ തുടർ യാത്രയ്ക്ക് അനുവദിക്കുകയുള്ളൂ എന്നുള്ള കാര്യം അവർ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ യാത്രയിൽ ഒരു തടസ്സം ഉണ്ടാകേണ്ട, അല്ലെങ്കിൽ യാത്രയിൽ താമസം നേരിടേണ്ട എന്നുള്ള തരത്തിൽ ഒരു 50 റാൻഡ് കൊടുത്ത് അവരെ തിരിച്ചയക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവരത് സമ്മതിക്കുന്നില്ല. 100 റാൻഡ് കിട്ടിയേ പോവുള്ളൂ. അവർ 7-8 പോലീസുകാരുണ്ട്, അപ്പോൾ അവർക്ക് വീതിച്ചെടുക്കാനാണ് ഈ പൈസ എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. പക്ഷേ ഒരു കാരണവശാലും അങ്ങനെ 100 രൂപ കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ കിട്ടിയത് മതി എന്നുള്ള മട്ടിൽ അവർ ആ പണം വാങ്ങി തിരിച്ചു പോയി. അപ്പോൾ ഞങ്ങൾ പിന്നീട് ഈ ദക്ഷിണാഫ്രിക്കയിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ള മലയാളികളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഇങ്ങനെ ഈ പോലീസുകാർക്കും അല്ലെങ്കിൽ കോടതി ജീവനക്കാർക്കും ഒക്കെ തന്നെ ചെറിയ സംഖ്യ കൈക്കൂലി കൊടുത്ത് കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കുന്ന കാര്യത്തിൽ ഏറ്റവും ആദ്യകാലം തൊട്ട് തന്നെ ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ അക്കാര്യത്തിൽ താല്പര്യമെടുത്തിരുന്നത്. കാരണം അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ ചെറിയ പണം കൈമടക്ക് കൊടുക്കണം. അങ്ങനെ കൊടുത്ത് ഈ പോലീസിനെയും പിന്നെ ജുഡീഷ്യറിയിലുള്ള ചില ആൾക്കാരെയും ഒക്കെ തന്നെ എപ്പോഴും അത് പ്രോത്സാഹിപ്പിച്ച ഒരു സമൂഹം ഇന്ത്യൻ സമൂഹമാണെന്ന് ചില മലയാളി സുഹൃത്തുക്കൾ പറയുകയുണ്ടായി. അതേസമയം വെള്ളക്കാർ ഒരിക്കലും അങ്ങനെയുള്ള കൈമടക്ക് കൊടുത്ത് യാതൊരു തരത്തിലുള്ള കാര്യസാധ്യത്തിനും വേണ്ടി അവർ അങ്ങനെ മുതിരില്ല. അതേസമയം സ്വന്തം നാട്ടുകാർ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ പെടുമ്പോൾ അവർ പോലും ഈ കൈമടക്ക് കൊടുത്ത് കാര്യം സാധിക്കാൻ ശീലിച്ചത് ഇന്ത്യക്കാരിൽ നിന്നാണെന്ന് ചില ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞു. ദക്ഷിണാഫ്രിക്കയിലെ ഇന്നത്തെ പുതിയ തലമുറ പോലും ഈ വിദ്യാഭ്യാസ കാര്യങ്ങളിലും അല്ലെങ്കിൽ ആധുനികമായ സാങ്കേതിക വിദ്യകൾ പഠിക്കുന്ന കാര്യത്തിലുമൊക്കെ തന്നെ വളരെ വിമുഖരാണ്. കാരണം വിദ്യാഭ്യാസത്തിലൂടെ നേടാവുന്ന പല നേട്ടങ്ങളും അവരുടെ ജീവിതത്തിൽ അവരുടെ മുൻതലമുറകൾ നേടാൻ കഴിയാതെ പോയതിൻ്റെ കാരണം അവർക്ക് അങ്ങനെയുള്ള ഒരു സൗകര്യം ലഭിക്കാതിരുന്നതുകൊണ്ടാണ്. എന്നാൽ നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ തദ്ദേശീയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അങ്ങനെയുള്ള സ്വാതന്ത്ര്യവും അങ്ങനെയുള്ള സൗകര്യങ്ങളും ലഭ്യമായിട്ടും പലപ്പോഴും ഈ ഏറ്റവും ശാസ്ത്രീയമായ രീതിയിലുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റ് കുടുംബ ഭദ്രത അല്ലെങ്കിൽ ആ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ആരോഗ്യ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൊന്നും തന്നെ ദക്ഷിണാഫ്രിക്കൻ സമൂഹം വേണ്ട തരത്തിലുള്ള ജാഗ്രത കാണിക്കുന്നില്ല എന്നുള്ള ഒരു വാർത്തകളാണ് ഞങ്ങൾ അന്ന് അവിടെ യാത്ര ചെയ്ത സമയത്തും പലയിടത്തും ഞങ്ങൾക്ക് കേൾക്കാനായത്. എന്ന് പറഞ്ഞാൽ ഈ വിദ്യാഭ്യാസത്തിലൂടെ നേടാനാകുന്ന സർക്കാർ ജോലി അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ജീവിത സൗകര്യങ്ങളെക്കാൾ കൂടുതൽ അവർ പുതിയ തലമുറ അവരുടെ സ്വാതന്ത്ര്യം ഏത് തരത്തിലും ആഘോഷിക്കുക, അവർ ഈ പറഞ്ഞ കൃത്യമായ ഏതെങ്കിലും തരത്തിലുള്ള ജോലി ചെയ്ത് വരുമാനം നേടുക, അല്ലെങ്കിൽ വ്യവസായം നടത്തി സമ്പന്നരാവുക, ഇങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ ഒരു വിഭാഗം നടത്തുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷം പേരും വിദ്യാഭ്യാസത്തിലൂടെ നേടാനാകുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ നേടാനാകാതെ പോകുന്നവരാണ്. കാരണം അത്തരത്തിൽ ഞാൻ നേരത്തെ ഒരു ഭാഗത്ത് പറഞ്ഞതുപോലെ ഈ കണക്ക് പോലുള്ള വിഷയങ്ങൾ പൂർവികർ പഠിക്കാതിരുന്നത് കൊണ്ട് തന്നെ പിൻതലമുറയും ഏതാണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെയുള്ള ഒരു വിമുഖത പലപ്പോഴും കാണിക്കുന്നുണ്ട്. കാരണം ഒരു കാലത്ത് ദക്ഷിണാഫ്രിക്കയിലെ പാഠ്യപദ്ധതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു കണക്ക് ഉൾപ്പെടുത്തിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ പൂർവ്വ തലമുറയിൽപ്പെട്ട ആൾക്കാർ പലരും കണക്ക് പഠിച്ചിരുന്നില്ല. പിന്നീട് പുതിയ തലമുറയും ഏതാണ്ട് അങ്ങനെയുള്ള വിദ്യാഭ്യാസ രീതികളിൽ പലപ്പോഴും അവർക്കത് ലഭ്യമാകാതിരുന്നത് കൊണ്ട് തന്നെ അവർ അതിൽ വിമുഖത കാണിക്കുന്നു. അതിൻ്റേതായിട്ടുള്ള ഒരു സാമൂഹ്യ വിപത്ത് ആ പുതിയ തലമുറയിലും നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ദക്ഷിണാഫ്രിക്കയിലെ ദാരിദ്ര്യം, ദക്ഷിണാഫ്രിക്കയിലെ കുട്ടികൾ അനുഭവിക്കുന്ന പോഷകാഹാരക്കുറവ്, അല്ലെങ്കിൽ അതുപോലുള്ള പലതരത്തിലുള്ള ഈ ജനങ്ങൾ പുതിയ കാലവും നേരിടുന്ന വിപത്തുകളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പല പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലും BBC ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വാർത്ത കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു യഥാർത്ഥ മുഖം ഞങ്ങൾ ആ യാത്രയ്ക്കിടയിൽ പലപ്പോഴും കാണുകയുണ്ടായി. കാരണം ഞങ്ങൾ ഈ യാത്ര ചെയ്യുന്ന പല ഗ്രാമാന്തരീക്ഷങ്ങളിലും ചെറിയ നഗരങ്ങളിലുമൊക്കെ തന്നെ ഈ ദാരിദ്ര്യത്തിൻ്റെ പ്രതീകങ്ങൾ ഞങ്ങളുടെ മുന്നിലൂടെ നിരന്തരം കടന്നുപോയിക്കൊണ്ടിരുന്നു. കാരണം അവർ താമസിക്കുന്ന വീടുകൾ, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന വാഹനം, അവരുടെ വസ്ത്രധാരണം, അവരുടെ ശാരീരികാവസ്ഥ, ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ശരിക്കും ആ ജനത അനുഭവിക്കുന്ന ദുരന്തമുഖം, ആ ജനത അനുഭവിക്കുന്ന ദുരിതം എത്രമാത്രം ഭീകരമാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ അവിടുത്തെ അധികാര കേന്ദ്രങ്ങൾ അതിനെ കൃത്യമായ രീതിയിൽ പഠിക്കാനോ അല്ലെങ്കിൽ ശാസ്ത്രീയമായി അത് പരിഹരിക്കാനോ അല്ലെങ്കിൽ ഭാവിയിൽ അത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള വിപത്തുകളെക്കുറിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാനോ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ആ യാത്രക്കിടയിൽ ഞങ്ങൾക്ക് നിരന്തരമായി മനസ്സിലായ മറ്റൊരു കാര്യം.